എൻ്റെ പേര് സെലിൻ. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് മാസം 16-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് ജൂലൈ മാസം 18-ാം തീയതി ഒരു ബ്ലീഡിങ് പെട്ടെന്ന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ യൂട്രസിനകത്തൊരു മുഴയാണെന്നും എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. അതും പ്രകാരം ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അപ്പം ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നാട്ടിൽ തന്നെ ചെയ്യാനാണ് തീരുമാനിച്ചത് ആദ്യം. അപ്പോഴത്തേക്കും കൂടെ ഒരു ചേച്ചി നിൽക്കാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം പെട്ടെന്ന് ആ ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ ബ്രദർ ബാംഗ്ലൂരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിനകത്ത് മുഴയുണ്ടെന്നും അത് ക്യാൻസറാണെന്നും ലെൻസിനും ഒക്കെ ഉണ്ട്, 4th സ്റ്റേജിലാണെന്നും പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ബ്രദർ പറഞ്ഞു, നമുക്ക് നേരെ കൃപാസനത്തിൽ പോകാം, അവിടെ പോയി ഉടമ്പടി എടുത്തിട്ട് ബാക്കി ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് തന്നെ കൃപാസനത്തിൽ വന്നു. വെളുപ്പിന് 5 മണിക്ക് ഇവിടെ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂർ പോയി. ഓഗസ്റ്റ് 20-ാം തീയതി ഓപ്പറേഷൻ ചെയ്യാനായിട്ട് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കൽ വരെ എത്തിച്ചിരുന്നു. അപ്പോൾ പെട്ടെന്ന് അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞു, എനിക്ക് 4th സ്റ്റേജ് ക്യാൻസർ ഉള്ളതുകൊണ്ട് ചിലപ്പം ബോധം തെളിയാൻ സാധ്യത കുറവായിരിക്കും, അതുകൊണ്ട് ഒരു MRI സ്കാനിങ് കൂടെ പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ഒരു MRIയും കൂടെ എടുത്തിട്ട് പിറ്റേ ദിവസം 21-ാം തീയതിയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. 4 ദിവസത്തേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് ഒട്ടും ഉറക്കമോ ഒന്നുമില്ലാതെ, രാത്രിയിലും പകലും ഉറക്കമില്ലാതെ കിടക്കുവാണ്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് അന്ന് തന്നെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എന്നെ ഒരു ICUവിലും കയറ്റാതെ കൊണ്ട് നേരെ റൂമിലേക്ക് കൊണ്ടുപോയി. 9 മണിക്ക് ഓപ്പറേഷൻ ചെയ്ത എന്നെ 1 മണിയായപ്പം റൂമിൽ കൊണ്ടുവന്നാക്കി. എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ആ സമയത്തുണ്ടായില്ല. BP കുറവാകുകയോ ഒന്നും ചെയ്തില്ല, എല്ലാം നോർമലായിരുന്നു. സാധാരണ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരു ദിവസം ICUവിൽ യൂട്രസ് നീക്കിയവരെ കിടത്തിയിട്ടാണ് റൂമിലേക്ക് കൊണ്ടിരുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. പിന്നെ ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു ഫോണിൽ. അപ്പോൾ ഒരു ദിവസം രാത്രിയിൽ എൻ്റെ തലയുടെ മുകളിലൊരു നീലപ്രകാശം പോണൊക്കെ വന്ന്, അന്ന് മുതൽ എനിക്ക് നല്ലപോലെ ഉറക്കം ഉണ്ടായി. എല്ലാ ദിവസവും ഉറങ്ങാൻ പറ്റുന്നുണ്ട്. 1 മാസത്തോളം ഞങ്ങൾ ബാംഗ്ലൂരായിരുന്നു. തിരിച്ച് ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് RCCയിൽ വന്നു. RCC ഞങ്ങൾ വരുന്നത് കഴിഞ്ഞ മാസം 26-ന് RCC വരുന്നത്. അപ്പം 12 മണി സമയം കഴിയുമ്പോൾ അവിടുത്തെ ടോക്കണെല്ലാം ക്ലോസ് ചെയ്യുമായിരുന്നു. ഞങ്ങൾ കൃത്യം വന്നപ്പോൾ 12 മണിയായി. ഞങ്ങൾ വരുന്ന വഴിക്കാണെങ്കിൽ ഒരുപാട് അനുഗ്രഹം എന്ന പോണക്ക് യാത്രയൊക്കെ വളരെ എളുപ്പമായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ഒരു ഫ്ലൈറ്റിനാണ് വന്നത്. അപ്പം എവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി നമ്മുടെ ലഗേജ് കാര്യങ്ങൾ, എനിക്ക് വീൽ ചെയർ എല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് ആൾക്കാർ നിൽക്കുവാണ്. എല്ലാം മാതാവ് നടത്തി തന്ന ഒരു പ്രത്യേക അനുഗ്രഹമായിട്ട് അനുഭവപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും എൻ്റെ ഈ ചെവിക്ക് ഒരു മരവിപ്പ് പോണക്ക് പോകുന്ന ഒരവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് ഞാനത് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആദ്യമേ എനിക്കൊരു സംശയം തോന്നി. ഞാൻ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ചെവിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്ക് യാതൊരു ചെവിക്കും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അങ്ങനെ സംശയമുണ്ട് ENT ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചൊന്നുമില്ല, കാരണം എനിക്ക് ഉറപ്പുണ്ട് അത് മാതാവ് വന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് ചെവിയെ പിടിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിരുന്നു. RCC വന്ന ഓപ്പറേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുവന്ന് കൊടുത്തപ്പം അവർ പറഞ്ഞു, അതൊന്നും പോരാ, വീണ്ടും നിങ്ങൾ ചെയ്ത സ്പെസിമെനും ബ്ലോക്കും ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കണം, 1 പരിശോധന തുടങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 1 വീണ്ടും അവിടെ പോയി ബാംഗ്ലൂർ ആദ്യം പോയി എടുത്തുകൊണ്ട് വന്നു. അത് കാണിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പോരാ, അതിൻ്റെ സ്പെസിമെനും കൂടെ വേണമെന്നേ. അപ്പം വീണ്ടും അത് പോയി എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഒരു ഞായറാഴ്ച ഇത് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടിരുന്നത്. അപ്പം പാത്തോളജി എന്ന് പറയുന്ന ലാബ് അവിടെ RCCയിൽ അന്ന് ഞായറാഴ്ച അവധിയായിരുന്നു. ഞാൻ ആ സമയത്ത് ഈ കൃപാസനത്തിലെ ഉടമ്പടി തൈലവും ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം തന്നെ അവിടുന്ന് കൊണ്ടുവന്ന സ്പെസിമെനിൻ്റെ പുറത്തും തൈലവും എല്ലാം പുരട്ടി, 4 വശത്തും പുരട്ടി ഈ ഉടമ്പടി വസ്തുക്കളെല്ലാം അതിന് ചുറ്റും വെച്ചു ഞങ്ങൾ താമസിക്കുന്ന റൂമിൽ. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആണ് RCC കൊണ്ടുപോയത് കൊടുക്കുന്നത്. ആ സമയത്ത് മാതാവിൻ്റെ ശക്തമായ അനുഗ്രഹം കൊണ്ട് അവരുടെ RCCയിലെ പരിശോധനയിൽ ഒന്നും തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു റിപ്പോർട്ടിന് വരണമെങ്കിൽ 15 വർക്കിംഗ് ഡേയ്സാണ് ഓരോ പരിശോധനയ്ക്കും റിപ്പോർട്ടിന് വേണ്ടി താമസം എടുക്കുന്നത്. ആദ്യത്തെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. രണ്ടാമതൊന്നും കൂടെ പരിശോധിച്ചു, അതിനകത്തൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ CT സ്കാൻ എടുത്തു.
CT സ്കാൻ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്ത് ലെൻസിനകത്ത് 11 ഇടത്ത് എനിക്ക് ക്യാൻസർ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എല്ലാ ദിവസവും ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനും ഉപയോഗിക്കുമായിരുന്നു. കുളി കഴിഞ്ഞ് എല്ലാ ദിവസവും അത് മൊത്തം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം ചെല്ലും, ജപമാല ചെല്ലാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഉടമ്പടി എല്ലാം പാലിച്ചാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് പെറ്റ് സ്കാൻ ചെയ്യാൻ വേണ്ടി ലാസ്റ്റ് ഒരു സ്കാനിങ് ആണത്. എൻ്റെ ബയോപ്സിയുടെ റിപ്പോർട്ടൊന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് ലാസ്റ്റ് പെറ്റ് സ്കാൻ എഴുതിയത്. അതെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഇതിനകത്ത് എന്താണെന്ന് പോലും മനസ്സിലാകാൻ പറ്റുന്നില്ല, ക്യാൻസറിൻ്റെ കോശങ്ങളെല്ലാം നിർജീവമായിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് ഞങ്ങൾ എന്നിട്ട് ബാംഗ്ലൂരുള്ള ഡോക്ടർമാരെയും കാരിത്താസിൽ പിന്നെ ഡൽഹിയിലെല്ലാം കാണിച്ചു. അപ്പോൾ എല്ലാവരും പറയുന്നത് ക്യാൻസറിൻ്റെ കോശങ്ങളെല്ലാം നിർജീവമായിരിക്കുകയാണ്. അപ്പോൾ എന്നെ പെറ്റ് സ്കാൻ ചെയ്യാനായിട്ട് പോകുമ്പം ഒരു ചേച്ചി എൻ്റെ കാലേ വന്ന് തൊട്ടിട്ട് പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട മോളെ, നിൻ്റെ അസുഖമെല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞു. അതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. പിന്നെ എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ചെവിയിലൊരു മാതാവിൻ്റെ ഒരു അനുഗ്രഹം മോണൊക്കെ എപ്പോഴും വരാറുണ്ട്. പിന്നെ എപ്പം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ തോന്നിയാൽ ഞാൻ അന്നേരം ഉടമ്പടി വസ്തുക്കളെടുത്ത് ഉപയോഗിക്കും, അന്നേരം തന്നെ അത് മാറിക്കിട്ടും. ഉണക്കനെ എൻ്റെ കൈക്ക് വേദനയുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊന്നും മരുന്നൊന്നും മേടിച്ചില്ല. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എൻ്റെ കൈക്ക് വേദനയുണ്ട്, അത് മാറ്റി തരുവാണെങ്കിൽ തന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇന്നു വരെ വേദന വന്നിട്ടില്ല. എനിക്കിപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ല. 2 മാസം കഴിയുമ്പോൾ ഒരു ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, അതേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹത്താൽ എൻ്റെ 4th സ്റ്റേജ് എന്ന് പറഞ്ഞ് ക്യാൻസർ മാറി. ഒരു 3 മാസത്തിനുള്ളിൽ ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അമ്മ മാതാവിനും തിരുക്കുമാരനും എൻ്റെ അസുഖങ്ങളൊക്കെ മാറ്റി എന്നെ അനുഗ്രഹിച്ചതിന് 1000 നന്ദി പറയുകയാണ്. 2 രാജാക്കന്മാർ 20-ാം അധ്യായം 5-ാം തിരുവചനം. ഞാൻ നിൻ്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും. സെലിൻ എന്ന ഈ സഹോദരി ക്യാൻസറിൻ്റെ ഗുരുതരാവസ്ഥ തിരിച്ചറിഞ്ഞ് ഏറെ ആകുലപ്പെട്ട് കൃപാസനത്തിലെത്തി അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിച്ചതിനെയും ഉടമ്പടി കാലത്ത് ലഭിച്ച വലിയ രോഗസൗഖ്യത്തെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ പറയുന്നുണ്ട്, അത് രോഗത്തിൻ്റെ ആദ്യകാല നിർണയത്തിൽ അത് ലങ്സിലും ഹാർട്ടിലുമൊക്കെ ഗുരുതരമായ രോഗാവസ്ഥകളെ കാണിച്ചു കൊടുക്കുകയും പരിശോധനകളെല്ലാം 4th സ്റ്റേജ് ക്യാൻസർ എന്ന് ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നു. ആദ്യത്തെ ഓപ്പറേഷന് ശേഷം ക്യാൻസറിൻ്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അത് RCCയിലേക്ക് റെഫർ ചെയ്ത് അയക്കുന്നു. ആ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം ശരീരത്തിൽ പൂശിക്കൊണ്ട് ഉടമ്പടി നൃത്തവസ്തുക്കളായ ഉപ്പും ഉടമ്പടി തേനും അത് ഉള്ളിൽ കഴിച്ചുകൊണ്ട് പരിശുദ്ധമയ്ക്ക് പൂർണ്ണമായി തന്നെ സമർപ്പിച്ച് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സഹോദരി പറയുന്നുണ്ട്, ഓപ്പറേഷന് ശേഷം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു, രാവും പകലും ഒരുപോലെ കണ്ണു തുറന്ന് കിടക്കുന്ന അവസ്ഥകൾ. എന്നാൽ അത് ഉടമ്പടിയിൽ അമ്മ മാതാവിനോട് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു നീല വെളിച്ചം മകൾ കാണുകയും അതിനുശേഷം ഇന്ന് വരെ സ്വസ്ഥതയോടുകൂടി ഉറക്കം നൽകിക്കൊണ്ട് അമ്മ മാതാവ് മകളെ സഹായിക്കുകയും ചെയ്യുന്നു. എന്നും ഇത്തരം വെളിച്ചം, മഴവില്ല് അതൊക്കെയും പരിശുദ്ധമ്മയുടെ പ്രസൻസായി സാന്നിധ്യമായിട്ട് ലഭിക്കുന്ന ഓരോരുത്തരും അടയാളപ്പെടുത്തുന്നുണ്ട്. മകളുടെ പ്രാർത്ഥന കേട്ടു, മകളോടൊപ്പം പരിശുദ്ധമ്മയുടെ സാന്നിധ്യം നൽകുന്നു എന്നതിൻ്റെ അടയാളമായി തന്നെയാണ് നമ്മൾ ഈ ഒരു ഉറക്കത്തിലേക്കുള്ള മകളുടെ ആദ്യത്തെ ഒരു അനുഭവത്തെ സാക്ഷ്യപ്പെടുത്തുന്നത്. RCCയിൽ വന്ന് ആദ്യം സ്ലൈഡ് ബ്ലോക്ക് കൊണ്ടുവരുവാൻ പറയുന്നു. ഓപ്പറേഷൻ ചെയ്തതിൻ്റെ സ്ലൈഡും ബ്ലോക്കും കൊണ്ടുവന്ന് അത് പരിശോധിച്ചിട്ട് ഒരു വ്യക്തതയും അതിൽ നിന്ന് കിട്ടുന്നില്ല. വീണ്ടും സ്പെസിമെൻ കൊണ്ടുവരാൻ പറയുന്നു. സ്പെസിമെൻ കൊണ്ടുവന്ന് പരിശോധിച്ചിട്ടും റിപ്പോർട്ടിൽ എഴുതിയതൊന്നും അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് വീണ്ടും സിറ്റിയിലേക്കും MRIയിലേക്കും വീണ്ടും പരിശോധനകൾ നീളുന്നത്. സിറ്റിയിൽ ആണോ എന്നൊരു സംശയം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും സഹോദരി പറയുന്നുണ്ട്, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് RCCയിലേക്ക് ഓരോ തവണ സ്പെസിമെനും സ്ലൈഡും എല്ലാം കൊണ്ടുവരുമ്പോൾ അത് ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് പ്രത്യേകമായി സമർപ്പിച്ച്
വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആവർത്തിച്ച് അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ട് ഇത് പൂർണ്ണമായി സൗഖ്യം മാറ്റിത്തരണമേ, ഒരു കുഴപ്പവും ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാണ് ഓരോന്നും ഞാൻ ലാബിലേക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ലാബിൽ നിന്ന് വരുന്ന റിസൾട്ടുകളിൽ ഒരു വ്യക്തതയില്ലാതെ, രോഗമെന്തെങ്കിലും ഉണ്ടെന്ന് പറയാനാവാതെ മാറിക്കൊണ്ടിരുന്നതും അമ്മ മാതാവ് കൂടെയുണ്ട്, സഹായിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമായി തന്നെ മകൾ കണ്ടുകൊണ്ടിരുന്നു. MRI കഴിയുമ്പോൾ ഡോക്ടർമാർ പറയുന്നു അവിടെയുള്ള കോശങ്ങളൊക്കെയും ക്യാൻസർ സെൽസ് മുഴുവനും നിർജീവമായി കാണുന്നുവെന്ന്. പ്രിയമുള്ളവരെ, എത്ര വേഗതയിലാണ് ഗുരുതരമായ രോഗാവസ്ഥയിൽ നിന്ന് ഒരുപക്ഷെ കോമയിലേക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുമെന്ന് പറയുന്ന രോഗി പൂർണ്ണ സൗഖ്യത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി. എന്നെ അമ്മ മാതാവ് കാത്തു, തിരുക്കുമാരൻ സൗഖ്യപ്പെടുത്തി. എൻ്റെ പ്രാർത്ഥനകളും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും വിശ്വസ്തയോടുകൂടി അമ്മയിൽ ആശ്രയിച്ചുള്ള ജീവിതവും എനിക്ക് എൻ്റെ പൂർണ്ണമായ ക്ലേശങ്ങൾ മുഴുവനും മാറ്റിത്തന്ന് നല്ല ആരോഗ്യത്തോടെ ജീവിക്കുവാൻ എന്നെ സഹായിച്ചുവെന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ഒപ്പം പറയുന്നുണ്ട്, എൻ്റെ ചെവിക്കുള്ളിൽ എപ്പോഴും ഒരു മുഴങ്ങുന്നൊരു സ്വരം ഞാൻ കേൾക്കുന്നുണ്ട്. കുറേ നാളായി അതിങ്ങനെ കേൾക്കുന്നു. ഉടമ്പടിയെടുത്ത നാളുകളിൽ അത് ആദ്യം ഞാൻ ഒരു അസുഖമാണോ എന്ന് സംശയിച്ച് ഡോക്ടറെ കണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, എൻ്റെ അമ്മ എന്നോടൊപ്പം ഇരുന്ന് എന്നോട് മന്ത്രിക്കുന്ന സ്വരങ്ങളും അതിൻ്റെ പരിപരിപ്പുമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. പ്രിയമുള്ളവരെ, ഈ സഹോദരിക്ക് പരിശുദ്ധ അമ്മയിലൂടെ, ഉടമ്പടി ജീവിതത്തിലൂടെ, നേർച്ച വസ്തുക്കളുടെ വിശ്വസിച്ചുള്ള ഉപയോഗത്തിലൂടെ ലഭിച്ച ഈ നല്ല വലിയ രോഗസൗഖ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കരഘോഷത്തോടെ ഈ സാക്ഷ്യം അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം.